ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च ये कृष्णा करुणा सिंधु दीनबंधो जगत्पति गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी क्षभानुसुते देवी प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. സോ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 5-ാമത്തെ അധ്യായം 24-ാമത്തെ ശ്ലോകം മുതൽക്ക്. യോന്ത സുഖോന്തരാരാമസ് തഥാന്തർജ്യോതിരേവയാം സയോഗി ബ്രഹ്മ നിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. യോന്ത സുഖോന്തരാരാമസ് തഥാന്തർജ്യോതിരേവയാം സയോഗി ബ്രഹ്മ നിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. ഹരിബോൾ. മഞ്ജു മാതാജി, സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ യോന്ത സുഖോ അന്തരാരാമസ്തദാന്തർജ്യോതിരേവയാ സയോഗി ബ്രഹ്മ നിർവാണം ബ്രഹ്മബോധോ അധിഗച്ഛതി. ഹരിബോൾ. ഹരേ കൃഷ്ണ. യോന്ത സുഖോന്തര അന്തരാരാം തഥാന്തർജ്യോതിരേവയ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. ഹരേ കൃഷ്ണ. റോഷി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. നമോ ഭഗവതേ വാസുദേവായ. യോന്ത സുഖോന്തരാരാമസ്തദാന്തർജ്യോതിരേവയ സയോഗി ബ്രഹ്മ നിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഓക്കെ, വിനോദിനി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. യോ അന്ത സുഖോ അന്തര രാമാസ്പദാന്ത ജ്യോതിരേവയാഹ സാ യോഗി ബ്രഹ്മ നിർവാണം ബ്രഹ്മബോധോധിഗച്ഛതി. ഹരേ ഹരിബോൾ. കൃഷ്ണ. സിനി മാതാജി. യോന്തഃ സുഖോന്തരാരാമസ്തദാന്തർജ്യോതിരേവയാ സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. ഹരിബോൾ. ശ്രീദേവി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യോ അന്ത സുഖോ അന്ത രാമാസ്തദാന്തർ ജ്യോതിരേവയ സ യോഗി ബ്രഹ്മ നിർവാണം ബ്രഹ്മഭൂതോ മധിഗച്ഛതി. എന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിക്കൂ. ഹരേ കൃഷ്ണ. ഊർജ്ജസ്വലനും ആനന്ദവും സുഖവും തന്നിൽ തന്നെ കുടികൊള്ളുന്നവനായ ഒരാളാണ് അന്തർമുഖനായ തികഞ്ഞ യോഗി. ബ്രഹ്മനിർവാണം പൂകിയ അയാൾ മരണാനന്തരം പരമപദം പ്രാപിക്കും. ഹരേ കൃഷ്ണ. ഹരിബോൾ. One whose happiness is within, who is active and rejoices within, and whose aim is inward, is actually the perfect mystic. He is liberated in the Supreme and ultimately he attains the Supreme. ആരാണ് ഒരു യോഗി? ആരാണ് ഭഗവാന്റെ സാന്നിധ്യത്തെ ആസ്വദിക്കുന്നത്? അതിനെ പറ്റിയാണ് ഇവിടെ ഭഗവാൻ. നമ്മളെല്ലാം സന്തോഷം പുറത്താണ് ട്രൈ ചെയ്യുന്നത് അല്ലെ. നമ്മൾ നമ്മുടെ എവിടെയാണ് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നത്?
എക്സ്റ്റേണൽ ഒബ്ജക്ട്സിൽ നമുക്ക് കുറെ നല്ല ഗാഡ്ജറ്റ്സ് ഉണ്ട്, നല്ല ഫോണുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ടി വി ഉണ്ട്, ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്, പൊസഷൻസ് ഉണ്ട്. ഇതിലൊക്കെയാണ് നമ്മുടെ സന്തോഷം ഔട്ട്സൈഡ്. പക്ഷെ ആക്ച്വലി ഒരു യോഗി എന്താ ചെയ്യുന്നത്? ഹി ഫൈൻഡ്സ് ഹാപ്പിനെസ് വിതിൻ. അല്ലേ? അതാണ് ശരിക്കുള്ള ഇന്റേണലി നമ്മൾ ട്രൈ ചെയ്യണം. നമ്മളുടെ ആത്മാവും ഭഗവാനും നമ്മുടെ എവിടെയാണ്? ഹൃദയത്തിന്റെ അവിടെയാണ്. അപ്പോൾ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ, ആ റിലേഷൻ നമ്മള് സിമെന്റ് ഉറപ്പിക്കുമ്പോ, അപ്പോ ആണ് നമ്മൾ ആക്ച്വലി ആ ആനന്ദം അനുഭവിക്കുന്നത്. അല്ലാതെ നമ്മള് പുറമെയുള്ള സാധനങ്ങളില്ല, നമ്മൾ എക്സ്റ്റേണലിയാണ് സാധാരണ സന്തോഷം. നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങളില് സ്പർശിക്കുമ്പോൾ, അല്ലെ, അങ്ങനെ ധ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് താൽക്കാലികമായിട്ടുള്ള സന്തോഷം കിട്ടുന്നു. ഏഹി സംസ്പർശജാ യോഗ ദുഃഖ യോനയ ഏവത എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഇന്ദ്രിയ വിഷയങ്ങളിലെ സമ്പർക്കം വരുത്തുമ്പോൾ നമുക്ക് താൽക്കാലികമായിട്ടുള്ള സന്തോഷം കിട്ടുന്നു. പക്ഷെ അതിലെന്താണ്? അതിൻ്റെ സോഴ്സ് മിസറിയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നല്ല ഭക്ഷണം കിട്ടുമ്പോൾ എന്താണ്? നമുക്ക് നല്ല സന്തോഷം. പക്ഷെ അത് കൂടുതൽ കഴിക്കുമ്പോൾ എന്താവും? സന്തോഷം മാറിയിട്ട് ദുഃഖമായിട്ട് മാറും. എങ്ങനെ? നമ്മളുടെ ശരീരത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിലപ്പുറം കഴിക്കുമ്പോൾ ടേസ്റ്റ്, നമ്മുടെ നാവിന് ടേസ്റ്റ് തരുമ്പോൾ കൂടുതൽ കഴിക്കും, വയർ അപ്സെറ്റ് ആവും, അസുഖം വരും, അല്ലേ? അപ്പൊ അതാണ് ഏഹി സംസ്പർശജായോഗ ദുഃഖ യോനയ യവതേ. അതിന്റെ സോഴ്സ് ഓഫ് മിസറിയാണ്. താൽക്കാലികമായിട്ടുള്ള ഈ സന്തോഷങ്ങളെല്ലാം എന്താണ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈ സന്തോഷങ്ങളെല്ലാം എന്താണ്? അത് നമുക്ക് സോഴ്സ് ഓഫ് മിസറി ആയിട്ട് വരും, അല്ലേ? നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ നേത്രങ്ങളെ കൊണ്ട്, അത് കൂടുതൽ കാണുകയാണെങ്കിൽ ഇഷ്ടം കൊണ്ട്, കാരണം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്, അപ്പൊ എന്താണ്? നമുക്ക് തലവേദന, ഉറക്കം കുറയും, അങ്ങനെ അസുഖം വരും. അങ്ങനെ കേൾക്കുമ്പോൾ, അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും അതിൻ്റെതായിട്ടുള്ള ഇന്ദ്രിയ ഭോഗത്തിൽ ഏർപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക? അത് അവസാനം ദുഃഖമായിട്ട് മാറും. ഒരു യോഗി അങ്ങനെ പുറത്തുള്ള വിഷയങ്ങളിലല്ല സന്തോഷം കണ്ടെത്തുന്നത്, നേരെ മറിച്ച് ഉള്ളിൽ തന്നെയാണ് സന്തോഷം കണ്ടെത്തുന്നത്. അതാണ് പറയുന്നത്, വൺ ഹൂസ് ഹാപ്പിനെസ് ഈസ് വിതിൻ, ഹു ഈസ് ആക്റ്റീവ് ആൻഡ് റിജോയ്സസ് വിത്തിൻ. അതായത് നമ്മള് ശരീരമല്ല, നമ്മളുടെ ഇന്ദ്രിയ തൃപ്തി അല്ല പ്രധാനം. നമ്മളുടെ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ബന്ധം പുനഃസ്ഥാപിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, പരമാനന്ദം. പ്രധാനപ്പെട്ട 3 തരത്തിൽ ആനന്ദമുണ്ട്: ജഡാനന്ദം, ബ്രഹ്മാനന്ദം, പരമാനന്ദം. എന്താണ് ജഡാനന്ദം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നല്ലൊരു ഭക്ഷണം കിട്ടുമ്പോൾ എൻ്റെ ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും തൃപ്തി, തുഷ്ടി, സന്തുഷ്ടി, തുഷ്ടി, പുഷ്ടി, സന്തുഷ്ടി നമുക്ക് തൃപ്തി തരും. പുഷ്ടി പറഞ്ഞ നറിഷ്മെന്റ്, നമ്മുടെ ശരീരത്തിന് നറിഷ്മെന്റ്. സന്തുഷ്ടി ഹാപ്പിനെസ്. ഓക്കെ, അപ്പൊ ഇത് ജഡം, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും ദേഹത്തിനും ഇന്ദ്രിയങ്ങൾക്കും കിട്ടുന്ന ആനന്ദം താൽക്കാലികമാണ്. അത് ക്ലേശങ്ങളിൽ ചെന്നെത്തിക്കുകയും ചെയ്യും. അതാണ് ജഡാനന്ദം. ഗ്രോസ് ആയിട്ടുള്ള ആനന്ദം, ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും കിട്ടുന്ന ആനന്ദം. ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞാൽ, അതായത് ബ്രഹ്മനിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഭഗവാന്റെ ആ ബ്രഹ്മൻ എഫുൾജൻസ്, അതില് നമുക്ക് ആനന്ദം കണ്ടെത്തും. ആർക്കാണത്? ജ്ഞാനികൾക്ക്. ജഡാനന്ദം നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക്, രാജാക്കന്മാർക്ക്, നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക്, അതായത് നമ്മുടെ ഇന്ദ്രിയ ഭോഗത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന എല്ലാവർക്കും ജഡാനന്ദം. ബ്രഹ്മാനന്ദം ജ്ഞാനികൾക്ക്. ബ്രഹ്മാനന്ദത്തിന് ഉദാഹരണങ്ങളായിട്ട് ആരായിട്ട് പറയാം? ഇപ്പോ ജഡാനന്ദം നമ്മള് ഉദാഹരണം പറഞ്ഞു. നമ്മളെല്ലാവരും ആരൊക്കെയാണോ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരെല്ലാം ജഡാനന്ദം അനുഭവിക്കുന്നവർക്ക്. ബ്രഹ്മാനന്ദം ആരൊക്കെയാണ് അനുഭവിക്കുന്നത്? ജ്ഞാനികൾ. അപ്പൊ അതിന് ഉദാഹരണം ആരാണ് പറയാൻ പറ്റുമോ?
ഓർമ്മയില്ല? ഈ ഋഷിമാരൊക്കെ ഇതാണ് മുനിമാര് അല്ല. ആരാ പറഞ്ഞു? മഞ്ജു മാതാജി എന്ന് പറഞ്ഞു. മുനിമാർ മുനിമാര് അങ്ങനെ ജനറൽ കാറ്റഗറി പറയാൻ പറ്റില്ല. സ്പെസിഫിക് ആയിട്ട് ആൾക്കാരുടെ പേര് പറയും. വിശ്വാമിത്രൻ യെസ്, വിശ്വാമിത്രൻ. ഓക്കെ. സനത് കുമാരന്മാര് ഭക്തരാവുന്നതിന് മുമ്പേ, സുഖദേവ് ഗോസ്വാമി ഭക്തനാവുന്നതിന് മുമ്പേ അവരൊക്കെ ജ്ഞാനികളായിരുന്നു. ജ്ഞാനികൾ പൊതുവെ അവർക്ക് എന്താണ് അവ്യക്തഗത ഇതാണ് വാദമാണ്. അവർക്ക് പേഴ്സണൽ റിയലൈസേഷനല്ല, ഭഗവാന്റെ ഇംപേഴ്സണൽ റിയലൈസേഷനാണ് അവ്യക്തഗത വാദികൾ. അല്ലെ, അതായത് ഭഗവാന് രൂപമില്ല, ഗുണമില്ല, വിശേഷമില്ല എന്ന് ചിന്തിക്കുന്ന ജ്ഞാനികള് അവരെ ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. അവർക്ക് കിട്ടുന്നത് എന്താണ്? ബ്രഹ്മാനന്ദം. അതിലെന്താ? ശാന്തി, സമാധാനം. അവിടെ ആസ്വാദനമില്ല. അപ്പൊ ജഡാനന്ദം ലോവർ ലെവലില്, അതിനും മീതെ ബ്രഹ്മാനന്ദം, അതിനും മീതാണ് പരമാനന്ദം. എന്താണ് പരമാനന്ദം പറഞ്ഞാൽ? ഭഗവാനെ മനസ്സിലാക്കുന്ന ആൾക്കാരെ ഭഗവാനെ ഭക്തിയുത സേവനം ചെയ്ത് അതിൽ കണ്ടെത്തുന്ന ആ ആനന്ദം. അപ്പോ ബ്രഹ്മാനന്ദം പറഞ്ഞാൽ അത് പീസ്ഫുൾ ആണ്, അത് എറ്റേണൽ ആണ്. പക്ഷെ അവിടെ എന്താണ്? സേവനമില്ല, വെറൈറ്റീസ് ഇല്ലാത്തതുകൊണ്ട് അത് സ്റ്റാറ്റിക് ആണ്, അത് വർദ്ധിക്കുന്നില്ല, സ്റ്റാറ്റിക്. ശാന്തി സമാധാനമുണ്ട്, പക്ഷെ ആസ്വാദനം ഇല്ല, വെറൈറ്റീസ് ഇല്ല, സ്പിരിച്വൽ ബ്ലിസ് ഇല്ല. പക്ഷേ പരമാനന്ദം പറഞ്ഞാൽ അവിടെ സേവനമുണ്ട്. ഭഗവാൻ ഒരു പേഴ്സൺ ആണ്. അപ്പൊ ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും തമ്മിലുള്ള ആദാൻ പ്രദാൻ, റെസിപ്രോക്കൽ ഡീലിങ്സ് ഉള്ളത് കൊണ്ട് അവർക്ക് എപ്പോഴും ആനന്ദാംഭുതി വർധനം. അവരുടെ ആനന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. സേവനം ചെയ്യുന്തോറും എന്താണ് സംഭവിക്കുന്നത്? ആനന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റത് ബ്രഹ്മഭൂത പ്രസന്നാത്മ ന ശോചതി ന കാംക്ഷതി. ബ്രഹ്മഭൂത പ്രസന്ന, അവര് ബ്രഹ്മഭൂതനായിട്ടുള്ള ആൾക്കാര്, ബ്രഹ്മൻ റിയലൈസ്ഡ് ആൾക്കാര്, അവർക്ക് ആഗ്രഹങ്ങളും ഇല്ല, ദുഃഖങ്ങളും ഇല്ല. അങ്ങനത്തെ ഒരു സ്റ്റാറ്റസ് ആണ്. പക്ഷെ ഭക്തന്മാരെ സംബന്ധിച്ചോളം അവർക്ക് എന്താണ്? അവർക്ക് ആസ്വാദനം, പൂർണ്ണാമൃതാസ്വാദനം, അല്ലെ? ആനന്ദാംബുതി വർധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം. അതിങ്ങനെ ആസ്വാദനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ 3 തരത്തിലുള്ള ഒരു ഇതാണ് ബ്രോഡ്ലി നമ്മൾ കാറ്റഗറൈസ് ചെയ്ത്: ജഡാനന്ദം, ബ്രഹ്മാനന്ദം, പരമാനന്ദം. നമ്മളിത് ഏതിലാണ്? നമ്മളുടെ പരമാനന്ദം. നമ്മൾ അവിടെ പരമാനന്ദത്തിൽ എത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ഓക്കെ. സാധാരണ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ, അതായത് നമ്മളെ ഇന്ദ്രിയ തൃപ്തി, ഇന്ദ്രിയ ഭോഗത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ജഡാനന്ദം. പക്ഷെ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ, ഈ സമയത്ത് ഇങ്ങനെ ഭഗവാന്റെ ലീലകൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സമയമെങ്കിലും അറ്റ്ലീസ്റ്റ് മറ്റതെല്ലാം മറന്ന് ആ ബ്രഹ്മാനന്ദത്തിൽ എത്തുന്നു, എത്താൻ ശ്രമിക്കുന്നു. എത്തുന്നു പറയാൻ പറ്റില്ല, എത്താൻ ശ്രമിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമ്മള് ആ സ്ഥലത്തിലേക്ക് എത്തണമെങ്കിൽ ആ തലത്തിൽ നമ്മൾ ജീവിക്കണം. ഇപ്പൊ നമ്മൾ തിയററ്റിക്കലി മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇനി അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ തലത്തിലേക്ക് ഉയരും. അപ്പൊ ആരാണ്? വൺ ഹൂസ് ഹാപ്പിനെസ് ഈസ് വിതിൻ, ഹൂ ഈസ് ആക്റ്റീവ് ആൻഡ് റിജോയ്സസ് വിത്തിൻ. കാരണം അവർക്കറിയാം, ഞാൻ ശരീരമല്ല, ഞാൻ ഈ ആത്മാവാണ്. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം അറിയാം. അത് രണ്ടും ആ യൂണിയൻ, ഒരു യോഗ, അത് നടക്കുന്ന സമയത്ത് അവർക്ക് സന്തോഷം കണ്ടെത്തുന്നു. ആൻഡ് ഹൂസ് എയിം ഈസ് ഇൻവേർഡ്, അതായത് നമ്മളുടെ ആ സന്തോഷം കണ്ടെത്തുന്നത് നമ്മുടെ വിത്തിനാണ്. നമ്മൾ പുറമെ നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഈസ് ആക്ച്വലി പെർഫെക്റ്റ് മിസ്റ്റിക്, ഒരു യോഗി. ഈസ് ലിബറേറ്റഡ് ഇൻ ദ സുപ്രീം ആൻഡ് അൾട്ടിമേറ്റ്ലി ഈ അറ്റൈൻസ് ദ സുപ്രീം, അതായത് ഭഗവാൻ. ഒരു ഭക്തനാവും, ഭഗവാന്റെ ധാമിലേക്ക് അവിടെ എത്തുകയും ചെയ്യും. അങ്ങനെ ഭഗവാനെ നിത്യമായിട്ട് സേവിച്ചിട്ട്
മൂന്ന് തരത്തിലുള്ള സിദ്ധന്മാരുണ്ട്. ബ്രോഡ്ലി അഗെയിൻ. ഓക്കെ, നിത്യസിദ്ധാസ്, എറ്റേണലി ലിബറേറ്റഡ്. ഓക്കെ, സാധന സിദ്ധാസ്, സാധന പ്രാക്ടീസ് കൊണ്ട് സിദ്ധന്മാരാകുന്നു. നമ്മൾ പതുക്കെ പ്രാക്ടീസ്, അതായത് വൈദ്യ സാധന ഭക്തിയിലൂടെ നമ്മൾ പെർഫെക്ഷനിൽ എത്തുന്ന ആൾക്കാർ സാധന സിദ്ധാസ്. പിന്നെ കൃപാസിദ്ധാസ്, ഭഗവാന്റെ കൃപ കൊണ്ട് പെർഫെക്ഷനിൽ എത്തുന്നു. അങ്ങനെ ബ്രോഡ്ലി മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. ഓക്കെ, സിദ്ധന്മാർ. അപ്പോ ഇതെല്ലാം എന്താണ്, ഈ ഭക്തി സേവനത്തിന്റെ ഓരോ ഭാഗങ്ങളാണ്. ഇതാണ് ഭഗവാനോട് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെ നമ്മുടെ ഈ താൽക്കാലികമായിട്ടുള്ള ഭൗതിക സുഖത്തിൽ നിന്നും ശാശ്വതമായിട്ടുള്ള ആത്മീയ സുഖത്തിലേക്ക് നമ്മൾ എങ്ങനെ ഉയരണം എന്ന് ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതാണ് ശരിക്കും ഭക്തന്മാരെ സ്വയം ഇരുന്ന് ആനന്ദിക്കുന്നത് കാണാം ഭഗവാൻ. കാരണം അവരുടെ കണക്ഷനാണ് ഇന്റേണൽ ആണ്, എക്സ്റ്റേണൽ അല്ല. അപ്പൊ അവർക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഓക്കെ, ഭഗവാന്റെ ആ ഒരു ഭക്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഭഗവത്ഗീത കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭക്തന്മാരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, കാരണം ഭക്തന്മാരെ കിട്ടിയാലും അവർക്ക് എന്താണ് നല്ലതാണ്. കാരണം വെച്ചാൽ അവരെ പ്രജൽപ്പ ചെയ്യില്ല. ഭഗവാന്റെ ലീലകൾ സംസാരിച്ച് മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ചാരമന്തിച്ച. അപ്പൊ അവരും അവരുടെ സമയം അങ്ങനെ ഗോസിപ്പിൽ അല്ല, അതായത് അവര് ചിറ്റാരിങ്ങിലല്ല, ചാൻഡിങ്ങിലും ഇങ്ങനെ ഭഗവാന്റെ ലീലകളെ ചർച്ച ചെയ്തിട്ടും ആനന്ദിക്കുന്നവരാണ് പരസ്പരം. അതുകൊണ്ട് അതൊക്കെ ഈ കാറ്റഗറിയിൽ പെടുത്താം. ഹാപ്പിനെസ് വിതിൻ. So unless one is able to relish happiness from within, how can one retire from the external engagements meant for deriving spiritual superficial happiness? അതായത് നമ്മള് എക്സ്റ്റേണൽ എൻഗേജ്മെന്റിന് ഡിറ്റാച്ച് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇന്റേണൽ ഹാപ്പിനെസ്സിൽ സ്ഥിതി ചെയ്യണം. അല്ലാതെ ഒന്ന് വിട്ടിട്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അത് എക്സ്റ്റേണൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അതിനെ നിർത്തിവെച്ചു, പക്ഷെ ഇന്റേണൽ ഹാപ്പിനെസ്സിൽ നമ്മൾ വന്നിട്ടുമില്ല. അപ്പൊ എന്താവും? അപ്പൊ നമുക്ക് ആക്ച്വലി വിൽ ബിക്കം മാഡ്, ഭ്രാന്ത് പിടിക്കും, ഒരു എൻഗേജ്മെന്റും ഇല്ല. സോ സംവെയർ വി ഷുഡ് ബി എൻഗേജ്. കുട്ടികൾ കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും അപകടം പിടിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ അല്ല കത്തിയോ അങ്ങനത്തെ വല്ല കാര്യങ്ങളും കൊണ്ട് കളിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരു കളിക്കോപ്പ് ആദ്യം കൊടുക്കും, എന്നിട്ട് മറ്റേത് പതുക്കെ മേടിക്കും അല്ലെ. എൻഗേജ്മെന്റ് വേണം കുട്ടികൾക്ക്, വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ ഒന്നും കൊടുക്കാണ്ട്, വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും കൊടുക്കാണ്ട് അത് സ്നേഹം ചെയ്താൽ അവിടെ എന്തായി? അപ്പൊ ആകാശം ഭൂമി ഒന്നാക്കും ആ കുട്ടി അല്ലേ. അപ്പൊ അതേപോലെ നമുക്കും എൻഗേജ്മെന്റ് വേണം. അപ്പൊ നമ്മുടെ ആർട്ടിഫിഷ്യലി നമ്മുടെ സെൻസ് എൻജോയ്മെന്റ് നിർത്തി അതേ സമയത്ത് നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ അറ്റാച്ച് ചെയ്തില്ലെങ്കിൽ ദെൻ വിൽ ഗോ ക്രേസി. അപ്പൊ ഇവിടെ അറ്റാച്ച്മെന്റ് കൂടുന്തോറും അവിടെ അറ്റാച്ച്മെന്റ്, അതായത് മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് കുറച്ചു കൊണ്ടേ വരണം. അങ്ങനെ പറ്റുള്ളൂ. സഡൻലി അബ്രപ്റ്റ്ലി നമുക്ക് നിർത്താൻ പറ്റില്ല ഒന്നും. ഈവൻ ഇപ്പോൾ ഒരു എന്തെങ്കിലും ദുശീലമുള്ള ഒരാള് സിഗരറ്റ് വലി ഫോർ എക്സാമ്പിൾ, ആ സിഗരറ്റ് വലി അബ്രപ്റ്റ്ലി നമുക്ക് നിർത്താൻ പറ്റില്ല. ചായ കുടി അബ്രപ്റ്റ്ലി നിർത്താൻ പറ്റില്ല. സ്ലോലി ഗ്രാജുവലി നിർത്താം. കാരണം എത്രയോ കാലങ്ങളായിട്ടുള്ള ആ ദുശീലം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. പതുക്കെ 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 സ്ലോലി ആൻഡ് ഗ്രാജുവലി. 10 ചായ ഒരു ദിവസം ഒരാൾ കുടിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു 8 ചായയാക്കുക, 6 ചായയാക്കുക, അങ്ങനെ കുറച്ച് അതേപോലെ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് കുറഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം ഇല്ലാതെയാക്കണം. അതേപോലെ മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് നമ്മൾ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പിരിച്വൽ അറ്റാച്ച്മെന്റ് കൂട്ടണം. ഇപ്പൊ 24 മണിക്കൂർ എല്ലാവർക്കും ഉണ്ട് അല്ലെ. ഈ 24 മണിക്കൂറിൽ 22 മണിക്കൂർ നമ്മൾ ഭൗതിക കാര്യങ്ങളിൽ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ 2 മണിക്കൂർ ആദ്യം. അപ്പൊ അത് 2 മണിക്കൂർ 4 മണിക്കൂർ ആക്കണം, 4 മണിക്കൂർ 8 മണിക്കൂർ ആക്കണം. അങ്ങനെ പിന്നെ ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്പിരിച്വൽ ആക്കിയിട്ട് മാറ്റണം. അപ്പോഴേ നമുക്ക് ആ സ്പിരിച്വൽ ഹാപ്പിനെസ്, ആനന്ദം കിട്ടുള്ളൂ. സോ എ ലിബറേറ്റഡ് പേഴ്സൺ എൻജോയ്സ് ഹാപ്പിനെസ് ബൈ ഫാക്ച്വൽ എക്സ്പീരിയൻസ്. ഓക്കെ, ഒരു മുക്താത്മ എങ്ങനെയാണ് ആനന്ദം കണ്ടെത്തുന്നത്? ഹാപ്പിനെസ് ആക്ച്വലി അനുഭവത്തിലൂടെ. ചാൻഡിങ്ങിൽ നമുക്ക് എന്താണ് രുചി വരാത്തത്? കാരണം ഇത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നത് അല്ലെ. പല ആൾക്കാർക്ക് പറയണോ പ്രഭുജി അല്ലെങ്കിൽ മാതാജി
ഇത്രയും കാലമായിട്ട് ചാൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ എപ്പോഴും അവരൊരു ടേസ്റ്റ് കിട്ടുന്നില്ല. എന്താണ് കാരണം? ടേസ്റ്റ് കിട്ടാൻ കാരണം നമ്മളുടെ ആ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ ഇവിടെ എപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. പ്ലസ് നമ്മുടെ മനസ്സിലെ അനർത്ഥങ്ങൾ എപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അത് എപ്പോൾ കുറയുന്നു അതിൻ്റെ ടേസ്റ്റ് കൂടും. രണ്ടും കൂടി പാരലിൽ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഭൗതിക തലത്തിൽ നമ്മൾ ആസ്വദിക്കും വേണം, സന്തോഷിക്കും വേണം, ഇന്ദ്രിയ തൃപ്തി കിട്ടും വേണം. അതേ സമയത്ത് ചാൻഡിങ്ങിലും സന്തോഷം കിട്ടണമെങ്കിൽ രണ്ടും കൂടി ഇത്തിരി ബുദ്ധിമുട്ടാണ്. പ്രോഗ്രസ് ഉണ്ടാവും, സമയമെടുക്കും. അപ്പോൾ മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് കുറയ്ക്കുക, സ്പിരിച്വൽ അറ്റാച്ച്മെന്റ് കൂട്ടുക. അപ്പോഴാണ് നമുക്ക് സ്പിരിച്വൽ ഹാപ്പിനെസ് കിട്ടുന്നത്. സോ എ ലിബറേറ്റഡ് പേഴ്സൺ എൻജോയ്സ് ഹാപ്പിനെസ് ബൈ factual experience. He can therefore sit silently at any place and enjoy the activities of life from within. അപ്പൊ അങ്ങനെ സ്പിരിച്വലി അഡ്വാൻസ്ഡ് ആയിട്ട് ആൾക്കാർ ഈവൻ വനത്തിൽ പോയിട്ട്, കാട്ടിൽ പോയിട്ട് സ്പിരിച്വലി അഡ്വാൻസ് ആയിട്ടുള്ള ആൾക്കാർ കാട്ടിൽ പോയിട്ട് അവര് ധ്യാനിച്ചാലും അവർക്കൊരു പ്രശ്നമില്ല, അവർക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. നമ്മൾക്ക് പറ്റുമോ? കാരണം അത്രയും വേൾഡ്ലി അറ്റാച്ച്മെന്റ്, ഫാമിലി അറ്റാച്ച്മെന്റ്, അതേപോലെ മറ്റുള്ള കാര്യങ്ങളുടെ അറ്റാച്ച്മെന്റ്. അപ്പൊ നമ്മൾ കാട്ടിൽ പോയാലും നമ്മളുടെ മനസ്സെവിടെയായിരിക്കും? നമ്മളുടെ കുടുംബത്തോടും നമ്മളുടെ ബാക്കിയുള്ള പൊസഷനോട്. അപ്പൊ ഇതൊന്നൊക്കെ ഡിറ്റാച്ച് ചെയ്താൽ മാത്രമേ നമ്മൾ ഒരു ഏകാന്ത സ്ഥലത്ത് പോയിട്ട് ഏകാഗ്രമായിട്ട് ഭഗവാനെ ധ്യാനിക്കാൻ പറ്റൂ. അത് അപ്പൊ ആ ഒരു സ്പിരിച്വലി എലിവേറ്റഡ് പേഴ്സണെ പറ്റുള്ളൂ. ടോട്ടലി ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. സന്യാസിവര്യന്മാർക്ക് ആ തലത്തിൽ ഉയർന്നിട്ടുണ്ട്. അവർക്ക് ഫാമിലിയായിട്ട് യാതൊരു ബന്ധവുമില്ല, അതൊക്കെ കട്ട് ചെയ്തു. ടോട്ടലി ഈസ് എ സോഷ്യലി ഡെഡ് പേഴ്സൺ എന്ന് പറയുന്നത്. സോഷ്യലി ഡെഡ് പേഴ്സൺ, റിനൻസിയൻസ്. സന്യാസിവര്യന്മാര് സോഷ്യലി ഡെഡ് ആണ്. അവർക്ക് യാതൊരോടും ഒരു പ്രത്യേക മമതയില്ല, എല്ലാവരും ഈക്വലായിട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് വേറെ ആരും ഇല്ലെങ്കിലും ശരി, അവർക്ക് ഒരു സ്ഥലത്തിരുന്നിട്ട് ഭഗവാനെ ധ്യാനിച്ചിട്ട് സന്തോഷം കണ്ടെത്താൻ പറ്റും. നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ എവിടെ പോയാലും, ഈവൻ വൃന്ദാവനത്തിൽ പോയാലും, നമ്മുടെ സ്ഥലം വൃന്ദാവനത്തിലാണെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ് എവിടെയിരിക്കും? ഫിസിക്കലി നമ്മൾ വൃന്ദാവനത്തിലായിരിക്കും, പക്ഷെ കോൺഷ്യസ്നെസ് നമ്മുടെ വീട്ടിലും മക്കളിലും വേറെ വല്ല മെറ്റീരിയൽ കാര്യങ്ങളായിരിക്കും. അങ്ങനെ കാര്യമില്ല. നേരെ മറിച്ച് നമ്മൾ ഇവിടെയാണ്, വൃന്ദാവനത്തില്ല, വേറെ പുറം. പക്ഷെ നമ്മുടെ കോൺഷ്യസ്നെസ് കൃഷ്ണ കോൺഷ്യസ് ആണെങ്കിൽ അപ്പൊ നമ്മുടെ കോൺഷ്യസ്നെസ് വൃന്ദാവൻ കോൺഷ്യസ്നെസ് ആണ്. അപ്പൊ ഫിസിക്കൽ റെൽം അതല്ല ഇമ്പോർട്ടന്റ്. നമ്മുടെ കോൺഷ്യസ്നെസ്, അവബോധം എന്താണോ, എവിടെ ഇരുന്നാലും നമുക്ക് ആ സ്ഥലം വൃന്ദാവനമാക്കാം എന്ന് പറയുന്നത്. ഭക്തി തീർത്ഥസ്വാമി മഹാരാജ്, അദ്ദേഹത്തിന്റെ അവസാന സമയത്ത് ക്യാൻസർ പിടിച്ചിട്ട് അദ്ദേഹം മരിച്ചത്. ഈസ് എ അമേരിക്കൻ ഡിവോട്ടി ഫ്രം ആഫ്രിക്കൻ ഒറിജിൻ. Very, very, very nice devotee. Very nice devotee. Okay? Especially Nelson Mandela എന്നുള്ള പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റീസ് ഒക്കെ അഡ്വൈസർ ആയിരുന്നു. വെരി നൈസ് മഹാരാജ്. ആ മഹാരാജ് അവസാന സമയത്ത് അദ്ദേഹത്തിന് പല ഡിസൈപ്പിൾസും ഗോഡ് ബ്രദേഴ്സും പറഞ്ഞു വൃന്ദാവനിൽ പോകാൻ. അപ്പൊ പറഞ്ഞു ഇല്ല, ഞാനിവിടെ ന്യൂ വൃന്ദാവനിൽ തന്നെ ഇരിക്കും. കാരണം പ്രഭുപാദ പലതവണയും ഇവിടെ വന്നിട്ടുണ്ട്. പ്രഭുപാദ മെയ്ഡ് ദിസ് ന്യൂ വൃന്ദാവൻ ഫോർ അസ്. സോ ഇറ്റ് ഈസ് നോട്ട് ഡിഫറെന്റ് ഫ്രം ദ റിയൽ വൃന്ദാവൻ. നമ്മുടെ കോൺഷ്യസ്നെസ് ആണ് വൃന്ദാവൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളുടെ കോൺഷ്യസ്നെസ് കൃഷ്ണ കോൺഷ്യസ്നെസ് ആണെങ്കിൽ നമ്മൾ എവിടെ ഇരുന്നാലും അത് വൃന്ദാവനാണ്. സോ ഈ ലെഫ്റ്റ് ഹിസ് ബോഡി ദർ. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ആ ഒരു വൃന്ദാവൻ ധാമിന്റെ ഒരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മളുടെ അതിലും ഉപരിയായിട്ട് നമ്മളുടെ കോൺഷ്യസ്നെസ് വൃന്ദാവൻ കോൺഷ്യസ്നെസ് ഉണ്ടാവും. അതാണ് അദ്ദേഹം ഒരു എക്സാമ്പിൾ, റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് കാണിച്ചത് നമുക്ക്. അപ്പോൾ നമ്മളുടെ ദേഹം വെടിയുന്ന സമയത്ത്, ഈ ശരീരത്തിൽ നിന്ന് നമ്മളുടെ ആത്മാവ് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് അവബോധത്തിലാണോ ഇരിക്കുന്നത് അതാണ് നമ്മൾ ആയിത്തീരുന്നത്, അല്ലെ? എന്താണ് പറയുന്നത്? അന്തകാലേച്ച മാം ഏവ സ്മരൺ മുക്തു ആ കലൈവരം യത് പ്രയാത്തസി മദ്ഭാവം യാതി നാസ്യത്ര സംശയം.
നമ്മൾ ദേഹം വെടിയുന്ന സമയത്ത് എന്താണോ നമ്മൾ ആലോചിക്കുന്നത് സ്മരിക്കുന്നത് അതായിത്തീരും. അപ്പൊ നമ്മൾ എവിടെയാണ് ശരി, നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ ധാമിലേക്ക് പോകും. യം യം വാപ്പി സ്മരൺ ഭാവം ത്യജത് അന്തേ കലൈവരം തം തം ഏവൈതി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിത. എന്താണ് നമ്മൾ സ്മരിക്കുന്നത്, ഏത് ഭാവത്തിലാണോ നമ്മളുള്ളത്, ആ ഭാവം നമുക്ക് കിട്ടും. ഭഗവാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അല്ലെ, അപ്പൊ അതുകൊണ്ട് യെസ്, വൃന്ദാവൻ ധാമും മായാപൂർ ധാമും അയോധ്യ ധാമും ഇതെല്ലാം വളരെ ഹോളിയസ്റ്റ് പ്ലേസസ് ആണ്. ഇറ്റ് ഇസ് വെരി ഗുഡ്. ഈവൻ നമ്മൾ അവിടെ നമ്മളുടെ ദേഹം വെടിഞ്ഞാലും കൂടി നമ്മുടെ കോൺഷ്യസ്നെസ് കൃഷ്ണ കോൺഷ്യസ്നെസ്സിന് കാര്യമില്ല, നമുക്ക് മുക്തി കിട്ടില്ല. യെസ്, ഒരു കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ ആണ്. കാരണം എന്തുകൊണ്ടാണ് അവിടെ ദേഹം, അവിടെ എല്ലാവരും രാധേ രാധേ കൃഷ്ണ കൃഷ്ണ ഒക്കെ ശ്യാം അങ്ങനെയുള്ള എല്ലാ എപ്പോഴും ഒരു വൈബ്രന്റ് എന്താണ് സ്പിരിച്വൽ വൈബ്രൻസ് അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ മറ്റുള്ള കാര്യങ്ങൾ ഓർക്കാനോ സ്മരിക്കാനുള്ള സാഹചര്യമില്ല. എപ്പോഴും നമ്മൾ കൃഷ്ണാവ് വേണമെന്നുണ്ടെങ്കിൽ കൃഷ്ണാവബോധത്തില് ഇരിക്കാൻ. അതുകൊണ്ട് ചാൻസസ് ആർ മോർ. എനിക്കറിയാം, ഞാൻ അറിയുന്ന ഒരു ഡിവോട്ടിയുടെ അച്ഛൻ, അദ്ദേഹം അച്ഛനെ, അതായത് വയസ്സായി, അദ്ദേഹം വെടിയേണ്ട സമയമായി. അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഇവിടുന്ന് ലീവ് പോയിട്ട് അച്ഛനെ കൊണ്ടിട്ട് വൃന്ദാവനത്തിൽ പോയി. ഏകദേശം ഡോക്ടർ പറഞ്ഞു സമയമായിരിക്കുന്നു അദ്ദേഹത്തിന് പോകേണ്ട സമയം. അപ്പോൾ മകൻ വിചാരിച്ചു വൃന്ദാവനിൽ ഇദ്ദേഹം ഉപേക്ഷിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഭഗവത് ധാമിൽ എത്താം. ഭഗവാന്റെ ഭക്തന്മാരുടെ സംഘത്തില് കീർത്തൻ കേട്ടിട്ടും ഭഗവത്ഗീത ഭാഗവതം പാരായണം ഒക്കെ ശ്രവിച്ചിട്ടും ഭഗവത് ധാമിൽ പോകാനുള്ള ഒരു അവസരം തൻ്റെ മക്കൾക്ക് ഉണ്ടായിരിക്കുമല്ലോ. അച്ഛൻ അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം 1 മാസം ലീവ് എടുത്തിട്ട് പോയിട്ട് അവിടെ പോയിരുന്നു. 1 മാസം ലീവ് കഴിയാറായി. അച്ഛന്റെ ഭരണം സംഭവിക്കുന്നില്ല, സമയമായിട്ടില്ല. എന്താ ചെയ്യാൻ, ലീവ് കഴിയാറായി, തിരിച്ചു വരും ചെയ്യണം. അവസാനം അവിടുന്ന് തിരിച്ചു വന്നു. ആദ്യം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഡൽഹിക്ക് വരണം. അവിടുന്ന് ഡൽഹിയിൽ നിന്ന് വേണം അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തേക്ക് പോകാൻ. തിരിച്ച് ഡൽഹിയിൽ എത്താറാവുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ദേഹം പോകും. 1 മാസം ലീവ് എടുത്ത് അവിടെ പോയിട്ട് അദ്ദേഹത്തിന് എന്ത് ഉദ്ദേശിച്ചാ പോയത് സഹിച്ചില്ല. തിരിച്ച് ഡൽഹിയിൽ എത്താറാവുമ്പോ ട്രെയിനിൽ ഇദ്ദേഹത്തിന്റെ ജീവൻ പോയി നടന്നു. ആലോചിച്ചു. അപ്പൊ ഭഗവാൻ ഓരോരുത്തർക്കും ഓരോന്ന് വെച്ചിട്ടുണ്ട്, അതേ നടക്കുന്നു. അപ്പൊ നമ്മൾ ലാസ്റ്റ് മൊമെന്റില് നമ്മൾ അങ്ങനെ ചെയ്താലും അത് സംഭവിക്കണം നിർബന്ധമില്ല. നമ്മൾ മുഴുവൻ കാലവും നമ്മൾ കൃഷ്ണ കോൺഷ്യസ്നസ് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എങ്ങനെ സാധിക്കും ഭഗവാനെ സ്മരിക്കാൻ, അല്ലെങ്കിൽ ഭഗവാന്റെ ധാമില് നമ്മളുടെ ദേഹം ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള സുഹൃത്ത് നമുക്കില്ല. മക്കളുടെ ആ ഒരു ആഗ്രഹം അതായിരുന്നു അച്ഛൻ. പക്ഷെ അച്ഛൻ കൃഷ്ണ കോൺഷ്യസ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പൂർണ്ണമായിട്ടും ഭൗതിക ജീവിതം, ഇന്ദ്രിയ ഭോഗത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ അതാണ് പറയുന്നത്, എന്തിനാ പോയി നാമം ജപിക്കണേ? ഭഗവാൻ പറഞ്ഞിട്ടില്ലേ, അതായത് ദേഹം വെടിയുന്ന സമയത്ത് ഞാൻ ഭഗവാനെ ഓർത്താൽ മതി, ആ സമയത്ത് ഞാൻ ഭഗവാനെ ഓർക്കാം. പല ആൾക്കാരും വാദിക്കും, ആ സമയത്ത് ഭഗവാനെ ഓർക്കണമെങ്കിൽ ഭഗവാൻ നമുക്ക് ഓർമ്മ തരണ്ടേ? നമ്മളുടെ ഫാക്കൽറ്റീസ് വർക്ക് ചെയ്യണ്ടേ, നമ്മളുടെ ബുദ്ധി വർക്ക് ചെയ്യണ്ടേ, നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക്, ഇതൊന്നും വർക്ക് ചെയ്യില്ല ആ സമയത്ത്, അല്ലേ? പറയുന്നില്ലേ, എന്താ പറയാ, കുലശേഖർ ആൾവാർ എന്താണ് ആ ശ്ലോകം? കൃഷ്ണത്വ പങ്കജ പഞ്ചരാന്തം അദ്വൈവമേ വിശതു മാനസ രാജഹംസ പ്രാണപ്രയാണ സമയേ കഫവാദഭിത്തേ കണ്ഠാവരോധനവിധോ സ്മരണം കുതസ്തി. പ്രാണപ്രയാണ സമയേ കഫവാദഭിത്തേ, കഫം വാദം പിത്തം. ഇതുകൊണ്ട് നമ്മളുടെ കണ്ഠം ഒന്നും മറക്കില്ല, അല്ലെ? ചെവി ശരിക്ക് കേൾക്കില്ല, ഓർമ്മശക്തി ഉണ്ടാവില്ല, കാണില്ല. എങ്ങനെ നമുക്ക് ഭഗവാനെ സ്മരിക്കാൻ പറ്റും? സ്മരണം കുതസ്തേ, എങ്ങനെ സ്മരിക്കാൻ പറ്റും? ഇതൊന്നും മറക്കില്ല. നമ്മളുടെ ആ വയസ്സുകാലത്തെ കഫവാതപിത്തത്തിന്റെ ഇംബാലൻസ് കാരണം നമുക്കുണ്ടാവുന്ന പല അസ്വസ്ഥതകളും നമ്മളുടെ
ഈ ഇന്ദ്രിയങ്ങളൊന്നും ശരിക്കും വർഗിക്കാത്തത് കൊണ്ട് ഭഗവാനെ സ്മരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സമയം ഞാൻ ഹെൽത്തിയാണ്, ഹേൽ ആൻഡ് ഹാപ്പിയാണ്, എന്നെ ഈ സമയത്ത് തന്നെ കൊണ്ടുപോകാൻ ആണ് കുലശേഖരാൾവാർ പറയുന്നത്. അപ്പോൾ എ ലിബറേറ്റഡ് പേഴ്സൺ enjoys happiness by factual experience. He can therefore sit silently at any place. എവിടെ നിന്നും അദ്ദേഹത്തിന് വേറെ ആളുടെ ആവശ്യമൊന്നുമില്ല. And enjoy the activities of life from within. Such a liberated person no longer desires external material happiness. നമ്മളെ പോലെ നമുക്ക് അതായത് എക്സ്റ്റേണൽ ഹാപ്പിനെസ്, നമ്മളുടെ ശരീരം തരുന്ന പല ഗാഡ്ജറ്റ്സും തരുന്ന പല കംഫർട്ടബിൾ ഐറ്റംസും, അതായത് നമ്മുടെ വീട്ടിൽ ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും, അതൊക്കെ നമുക്ക് എന്താണ് ചെറിയ 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 തോതിൽ സുഖം തരും. ഇപ്പൊ ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി മോഡേൺ ടൈമില് ഫ്രിഡ്ജിന്റെ, വാഷിംഗ് മെഷീന്റെ, വാക്യൂം ക്ലീനറുണ്ട്, പിന്നെ എന്തെല്ലാം ടി വിന്റെ മറ്റ് എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ ആക്ച്വലി എന്താണ്, നമ്മൾ മടിയന്മാരാക്കുകയാണ് ചെയ്യുന്നത്. ഫിസിക്കൽ എക്സസൈസ് ഇല്ല അന്നത്തെ കാലത്ത്, ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഫിസിക്കൽ എക്സസൈസ് നന്നായിട്ടുണ്ടായിരുന്നു. വെയിലത്ത് പോയി പണി ചെയ്തിരുന്നു, മഴയത്ത് പോയി പണി ചെയ്തിരുന്നു, വീട്ടിൽ അടിച്ചു വരുന്നു, പാത്രം കഴുകിയിരുന്നു. ഇപ്പൊ എല്ലാത്തിനും ഡിഷ് വാഷർ, എന്താ പറയുക, വാഷിംഗ് മെഷീൻ, എല്ലാത്തിനും മെഷീനാണ്. അപ്പൊ നമുക്ക് എന്താണ്, നമ്മൾ അനങ്ങുന്നില്ല. അതുകൊണ്ട് നമുക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അസുഖം വളരെ കുറവാണ്, ഹോസ്പിറ്റലിൽ പോകുന്നത് വളരെ കുറവാണ്. ഇപ്പൊ എന്റെ കുട്ടിക്കാലത്ത് ഞാനൊന്നും എവിടെയും ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഒന്നുമില്ല. ഞാൻ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഒരു വാക്യൂം ക്ലീനർ, വളരെ ഈസി ആയിട്ട്. അത് കാണിച്ചു തരാണ് ഇപ്പൊ. മടിയന്മാരായിരിക്കുകയാണ്. അതായത് നമ്മൾ ദേഹം അനങ്ങാൻ, അതായത് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ വളർന്നു കഴിഞ്ഞു. ഈ ഗാഡ്ജറ്റ്സും ഇൻസ്ട്രുമെന്റ്സും എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ അത് ശീലമായി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ മടി പിടിച്ചു. ഒരു എക്സസൈസ് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പൊ ഒരു ലിബറേറ്റഡ് പേഴ്സൺ, ഒരു യോഗി വരെയാണ് ഇതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഹി ക്യാൻ therefore sit silently at any place and enjoy the activities of life from within. Such a liberated person no longer desires external material happiness. This state is called Brahmabhuta. ഞാൻ പറഞ്ഞ ബ്രഹ്മഭൂത പ്രസന്നാത്മ ന സോച്ചതി ന കാംക്ഷതി. ഒന്നും ആഗ്രഹിക്കുന്നില്ല, ഒന്നിനെ പറ്റിയും ദുഃഖിക്കുന്നില്ല. എന്താണെന്ന് ദുഃഖിക്കാനുള്ളത്? നമ്മളൊന്നും വല്ലതും കൊടുത്തിട്ടുണ്ടോ? നമ്മൾ വരുമ്പോ ഒരു കൈ കൊണ്ടല്ലേ വരുന്നത്, നമ്മൾ പോകുമ്പോഴും ഒരു കൈ കൊണ്ട്. അതിന്റെ ഇടയിൽ കുറച്ച് സമയത്ത് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിയ വ്യക്തി ന സോച്ചതി ന കാംക്ഷതി. So attaining which one is assured of going back to God and back home. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് മാത്രമാണ് തിരിച്ച് ഭഗവത് ധാമിലേക്ക്, അവനവന്റെ ആ ശരിക്കുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? എങ്കിൽ അടുത്ത ശ്ലോകത്തിൽ പോവാം. ടെക്സ്റ്റ് 25. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയാ ക്ഷീണ കൽമഷാം ഛിന്നദ്വൈതായതാത്മാന സർവഭൂതാഹിതേരതഃ. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയേ ക്ഷീണ കൽമഷാം ഛിന്നദ്വൈതായതാത്മാന സർവഭൂതാഹിതേരതഃ. മഞ്ജു മാതാജി and സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയാ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈതായതാത്മാന സർവഭൂതാഹിതേരതഃ. ഹരേ കൃഷ്ണ. ലഭന്തെ ബ്രഹ്മനിർവാണം ഋഷയക്ഷീണകൽമഷാഃ ഛിന്നദ്വൈതായതാത്മാന സർവഭൂതഹിതേരതഃ. മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ലഭന്തെ ബ്രഹ്മനിർവാണം ഋഷയക്ഷീണകൽമഷ ഛിന്നദ്വൈതായതാത്മാന സർവഭൂതഹിതേരതഃ. ജോഷി മാതാജി. വായിക്കാം പ്രഭു, 2 മിനിറ്റ്. എന്താണ്? ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ വീട്ടില്, ഞാൻ വായിക്കാം. ഓക്കെ, ശ്രീദേവി മാതാജി.
ഹരേ കൃഷ്ണ. ലഭന്തേ ബ്രഹ്മ നിർവാണം ഋഷയാ ക്ഷീണ കൽമഷ ചിന്നദ്വൈത യഥാത്മാന സർവഭൂത ഹിതേരത. ഹരേ കൃഷ്ണ. രജനി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ലഭന്തേ ബ്രഹ്മ നിർവാണം ഋഷയാ ക്ഷീണ കൽമഷാഃ ചിന്നദ്വൈത യഥാത്മാന സർവഭൂതഹിതേരതാഃ. ഹരേ കൃഷ്ണ. വിനോദിനി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ലഭന്തേ ബ്രഹ്മ നിർവാണം ഋഷയാ ക്ഷീണ കൽമഷാഃ ചിന്നദ്വൈതായതാത്മന സർവഭൂത ഹിതേരതാഃ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ കൂടി വായിച്ചിട്ടുള്ളൂ വർത്തനം. ഹരേ കൃഷ്ണ. വിവർത്തനം. സംശയങ്ങളിൽ നിന്നിരിക്കുന്ന ദ്വന്ദ്ങ്ങൾക്കതീതരായവരും മനസ്സ് തന്നിൽ തന്നെ വ്യാപരിക്കുന്നവരും എപ്പോഴും സകല ജീവജാലങ്ങളുടെയും ക്ഷേമൈശ്വര്യ പ്രവർത്തനങ്ങളിൽ തിരക്കിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും സർവപാപങ്ങളിൽ നിന്നും മോചനം നേടിയവരുമായിട്ടുള്ളവർ ബ്രഹ്മനിർവാണം പോകുന്നു. ഹരേ കൃഷ്ണ. ഹരിബോൾ. Those who are beyond the dualities that arise from doubts, whose minds are engaged within, who are always busy working for the welfare of all living beings, and who are free from all sins, achieve liberation in the Supreme. So, ആർക്കാണ് ഭഗവാന്റെ ധാമില് തിരിച്ചു പോകാനുള്ള ആ ഒരു യോഗ്യത ഉള്ളതെന്നാണ് പറയുന്നത്. ആരാണ് യോഗ്യത ഉള്ള ആൾക്കാർ? Those who are beyond the dualities. എന്താണ് ഡുവാലിറ്റീസ് പറഞ്ഞാൽ? ദ്വന്ദ്ങ്ങൾ. എന്താണ് ദ്വന്ദ്ങ്ങൾ? ഹാപ്പിനെസ്, ഡിസ്ട്രസ്, സുഖം, ദുഃഖം. യെസ്, എല്ലാം ഓപ്പോസിറ്റ്. സുഖം, ദുഃഖം, ജയം, പരാജയം, അല്ലെ, നല്ലത്, ചെയ്തതെല്ലാം ദ്വന്ദ്ങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മുക്തരാവണം. ഭൗതിക ലോകത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇതിന്റെ അധീനത്തിലാണ് നമ്മൾ ജീവിക്കാൻ സാധിക്കും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മുക്തരായാൽ മാത്രമേ സുഖത്തില് നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യാൻ പാടില്ല, ദുഃഖത്തിൽ കൂടുതൽ ദുഃഖിക്കാനും പാടില്ല. ന്യൂട്രാലിറ്റി, ഇക്വാനിമിറ്റി. കാരണം നമുക്കറിയാം സുഖം വരും, ദുഃഖം വരും. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ദുഃഖാലയം അശാശ്വതം. അപ്പൊ ദുഃഖമില്ലാത്തൊരു സ്ഥലമുണ്ടോ അവിടെ? എത്ര വലിയ ആളായാലും ശരി ദുഃഖമില്ലാതെ ആളുണ്ടാവോ? എല്ലാ സൗകര്യമുണ്ട്. പൈസയ്ക്ക് പൈസ ഉണ്ട്, ബലത്തിന് ബലമുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും ദുഃഖമില്ലാത്ത ഒരാളുണ്ടാവില്ല. അത് ഈ പ്രപഞ്ചത്തിന്റെ ഭൗതിക ലോകത്തിന്റെ ഹോൾമാർക്കാണത്. അല്ലേ? ഗോൾഡൊക്കെ മേടിക്കും നമ്മൾ ഹോൾമാർക്ക് നോക്കിയിട്ടില്ല മേടിക്കുക. അതേപോലെ ഈ ഭൗതിക ലോകത്തിന്റെ ഹോൾമാർക്കാണ് ദുഃഖാലയം അശാശ്വതം. പക്ഷെ അതിൽ നിന്ന് നമ്മൾ, അതായത് ദുഃഖം വരും, സുഖം വരും എന്ന് നമുക്കറിയാം. അപ്പൊ അതിൽ നമ്മൾ കമ്പോസ്ഡ് ആയിരിക്കണം, സംയമനം പാലിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഡ്യുവാലിറ്റിയിൽ നിന്ന് യു ഷുഡ് ഗോ ബിയോണ്ട് ഡ്യുവാലിറ്റീസ്. ആ ഒരു വ്യക്തിക്ക്. ആൻഡ് ഹൂസ് മൈൻഡ്സ് ആർ എൻഗേജ്ഡ് വിത്തിൻ. അപ്പൊ മനസ്സ് എവിടെ ഇരിക്കണം? പുറമെയുള്ള ഒബ്ജക്റ്റിലായിരിക്കരുത്, ഉള്ളിലേക്ക്. വി ഷുഡ് വിഡ്രോ ദ മൈൻഡ് ഫ്രം ദ എക്സ്റ്റേണൽ സെൻസ് ഒബ്ജക്ട്സ് ടു ഇന്റേണൽ പരമാത്മ. നമ്മുടെ റിയൽ റിലേഷൻഷിപ്പ് പരമാത്മ. അപ്പോൾ നമ്മുടെ മനസ്സിനെ ഉള്ളിലേക്ക് വലിക്കണം. വി ആർ ഓൾവേസ് ബിസി വർക്കിംഗ് ഫോർ ദ വെൽഫെയർ ഓഫ് ഓൾ ലിവിങ് ബീങ്സ്. പിന്നെന്തായിരിക്കണം? നമ്മളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. അത് സെൽഫിഷ് മെന്റാലിറ്റിയാണ്. എനിക്ക് എൻ്റെ മാത്രം നോക്കിയാൽ, ഞാൻ മാത്രം ഇവിടെ മുക്തി കിട്ടണം, എനിക്ക് മാത്രം നന്നാവണം, അതെന്താണ്? സെൽഫിഷ്. നേരെ മറിച്ച് അതും വേണം. അതേ സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ വെൽബീയിങ് കൂടി നോക്കണം. ആൻഡ് ഹു ആർ ഫ്രീ ഫ്രം ഓൾ സിൻസ്. നമ്മുടെ പാപകർമ്മങ്ങളിൽ നമ്മൾ മുക്തരാവണം. അങ്ങനത്തെ ഒരു വ്യക്തിക്കാണ് ഭഗവദ്ധാമിലേക്ക് പോകാനുള്ള യോഗ്യതയുള്ളത്. എന്തൊക്കെയാണ്? നമ്മൾ ദ്വന്ദ്ങ്ങളിൽ നിന്നും വിമുക്തരാവണം, ഈക്വിപ്പോയ്സ് ആവണം. ഓക്കെ, നമ്മുടെ മനസ്സെപ്പോഴും ഭഗവാനിൽ സമർപ്പിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ നന്മയും കൂടി നോക്കണം. നമ്മുടെ നന്മ മാത്രം നോക്കിയാൽ പോരാ. എന്താണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ ബെസ്റ്റ് വെൽഫെയർ ആക്ടിവിറ്റി? വെൽഫെയർ ആക്ടിവിറ്റി പറഞ്ഞാൽ സോഷ്യൽ ആക്ടിവിറ്റി, ജീവകാരുണ്യ പ്രവർത്തനം. ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ബെസ്റ്റ് വെൽഫെയർ ആക്ടിവിറ്റി എന്താണ്?
Spread. ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾക്ക് ധനസഹായം ചെയ്യുന്നതോ ഒരാൾക്ക് വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കുന്നതോ അതാണോ വെൽഫെയർ, ബെസ്റ്റ് വെൽഫെയർ ആക്ടിവിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു സേവനം. ബോധം കൊടുക്കുക. കൃഷ്ണാബോധം. ആ കൃഷ്ണാബോധം. നമ്മള് ഒരാൾക്ക് വീടില്ലെങ്കിൽ വീട് വെച്ചു കൊടുത്താൽ ഈ ലൈഫിൽ നമുക്ക് വീട് കൊടുക്കാൻ പറ്റും. എല്ലാ ജന്മങ്ങളിലും നമുക്ക് വീട് വെച്ചു കൊടുക്കാൻ പറ്റും. ടെമ്പററി ആണ് അല്ലെ? ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ ഈ ലൈഫ് മുഴുവനും നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും. അതിന് മീത് നമുക്ക് സാധിക്കില്ല. അടുത്ത ജന്മത്തിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അതും ടെമ്പററി ആണ്. ഓക്കെ, അതേപോലെ നമ്മുടെ ആശുപത്രിയിൽ പോയി പൈസ ചെലവാക്കി അദ്ദേഹത്തിന് ശുശ്രൂഷിച്ചു, അതും ടെമ്പററി ആണ്. അടുത്ത ജന്മത്തിൽ എന്തായി ജനിക്കും, എവിടെ ആസ്പത്രിയിലോ എവിടെയും പോയിട്ട് നമുക്ക് മെറ്റീരിയൽ എഡ്യൂക്കേഷൻ ടെമ്പററി. പക്ഷേ കൃഷ്ണാവബോധത്തില് ഒരാളെ കൊണ്ടുവരികയാണെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ അദ്ദേഹത്തിന് മുക്തി കിട്ടിയിട്ട് ഭഗവത് ധാമിലേക്ക് പോകാനുള്ള യോഗ്യത കിട്ടും. പെർമനന്റ് ആയിട്ടുള്ള ഒരു ലിബറേഷൻ ആണ്. മറ്റു താൽക്കാലികമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സോ വിച്ച് ഈസ് ദ ബെസ്റ്റ് വെൽഫെയർ ആക്ടിവിറ്റി? മേക്കിംഗ് അതേഴ്സ് ഇൻ ടു കൃഷ്ണ കോൺഷ്യസ്നസ്. ഇത് ആൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ എന്തായി ഇസ്കോൺകാർ ടെമ്പിൾ വെറും ടെമ്പിൾ മാത്രം ഉണ്ടാക്കുന്നുള്ളൂ അല്ലെ? ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നില്ല, അനാഥാലയങ്ങൾ ഉണ്ടാക്കുന്നില്ല, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. അനാഥാലയങ്ങൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്? കുറയ്ക്കാൻ വേണ്ടത്. ആക്ച്വലി നമ്മൾ നല്ല രീതിയിൽ നടന്നാൽ അനാഥാലയങ്ങൾ ഉണ്ടാവില്ല. ഹോസ്പിറ്റൽ കുറയ്ക്കാൻ വേണ്ടത് നമ്മൾ കൂട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും, അതായത് ആൾക്കാര് നിയമപ്രകാരമല്ല ശാസ്ത്രപ്രകാരമല്ല ജീവിക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ അവരെ എല്ലാവരും കൃഷ്ണ കോൺഷ്യസ് ആക്കിയാൽ, നല്ല രീതിയിൽ ജീവിച്ചാൽ അവർക്ക് ഈ ഹോസ്പിറ്റലിന്റെ ആവശ്യം വരുന്നില്ല, അസുഖം വരുന്നില്ല. ഇപ്പൊ നമ്മൾ എന്താണ്, അതിനെ റൂട്ട് കോസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല അല്ലെ? റൂട്ട് കോസിനെ ട്രീറ്റ് ചെയ്തതല്ലേ ഉള്ളൂ. പക്ഷെ നമ്മളതല്ല, റൂട്ട് കോസിനെ ട്രീറ്റ് ചെയ്യില്ല. അപ്പൊ എനിക്ക് തലവേദന വന്നാൽ അത് ഡോക്ടർ ഫിസിഷ്യന്റെ അടുത്ത് പോയിട്ട് എന്താണ് ഈ തലവേദനയുടെ കോസ് ഡയഗ്നോസ് ചെയ്യണ്ടേ. അത് ചെയ്യാതെ ഞാൻ എന്തെങ്കിലും ഒരു പാരസിറ്റമോൾ എപ്പോൾ തലവേദന വരുന്നോ ഒരു ഗുളിക കഴിക്കുന്നു, മാറുമോ? വീണ്ടും ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും വരും, വീണ്ടും ഗുളിക കഴിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും വരും, വീണ്ടും ഗുളിക കഴിക്കും. ഞാൻ നേരെ മറിച്ച് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് അതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കി വൺസ് ഫോർ ഓൾ അതിനെ ട്രീറ്റ് ചെയ്ത് ഇല്ലാതാക്കിയല്ലേ വേണ്ടത്. അതാണ് കൃഷ്ണാവബോധം ചെയ്യുന്നത്. ചൈതന്യ മഹാപ്രഭു അതാണ് ദ ബെസ്റ്റ് വെൽഫെയർ ആക്ടിവിറ്റീസ് ഈസ് ടു മേക്ക് വൺ പേഴ്സൺ, ഒരാളെ നമുക്ക് കൃഷ്ണ കോൺഷ്യസ് ആക്കിയാൽ അദ്ദേഹത്തിന് വീണ്ടും ഇവിടെ പുനരപി ജനനം പുനരപി മരണം സംഭവിക്കില്ല. മറ്റതെല്ലാം താൽക്കാലികമായിട്ട് നമ്മളെ ഒരു സഹായം ചെയ്യുന്നത് മാത്രം. അത് നടക്കണം സൈമിൾട്ടേനിയസ്ലി. ദ ബെസ്റ്റ്, അത് ബെസ്റ്റ് അല്ല, അത്രേ ഉള്ളൂ. അത് ആവശ്യം നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അതൊക്കെ ചെയ്യണം. അതൊക്കെ അത്യാവശ്യം. ശരീരത്തിനെ നമ്മൾ നോക്കണമെന്നല്ല പറയുന്നു. പക്ഷെ അതൊക്കെ താൽക്കാലികമാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ എന്താണ് വർക്കിംഗ് ഫോർ ദ വെൽഫെയർ ഓഫ് ഓൾ ലിവിങ്. അപ്പൊ വെൽഫെയർ എന്ന് പറഞ്ഞാൽ അവരുടെ ആധ്യാത്മിക ഉന്നമനം, ഉദ്ധാരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് കുറെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അനാഥാലയങ്ങൾ ഉണ്ടാക്കുകയോ ഹോസ്പിറ്റൽ ഉണ്ടാക്കുകയോ അതൊക്കെ സോഷ്യൽ ആക്ടിവിറ്റീസ്. അതിന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലെ? ഫിലന്ത്രോപ്പിസ്റ്റ്, ആൾട്രൂയിസ്റ്റ് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനം അവർ ചെയ്തോളൂ. പക്ഷെ ഡിവോട്ടീസിനെ സംബന്ധിച്ചോളം അവർ ഇതിൽ കടന്ന് അധികം സമയം കളയേണ്ട ആവശ്യമില്ല. ദേ ഷുഡ് ഡു വാട്ട് എവർ ലിറ്റിൽ പോസിബിൾ, ദേ ഷുഡ് ഡു ഇറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ആൻഡ് ഹൂ ആർ ഫ്രീ ഫ്രം ഓൾ സിൻസ്. അങ്ങനെ പാപകർമ്മങ്ങളിൽ നമ്മൾ മുക്തരാവണം. അപ്പൊ നമുക്കിപ്പോ മനസ്സിലായി ഭഗവത്ഗീതയുടെയും ഭഗവതന്റെയും അടിസ്ഥാനത്തിൽ എന്താണ് സത്കർമ്മം, എന്താണ് ദുഷ്കർമ്മം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അത് മനസ്സിലായ സ്ഥിതിക്ക് ഇനി അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും നമ്മൾ പാപകർമ്മങ്ങളിൽ നിന്നും പിന്മാറണം. അറിയാണ്ട് തന്നെ ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അത് പോട്ടെ, ഇത് അറിവില്ല. പക്ഷെ ഇപ്പൊ അറിഞ്ഞിട്ടുള്ള ഗ്രോസ് ആയിട്ടുള്ള ഒരുപാട് പാപകർമ്മങ്ങൾ നമ്മൾ അല്ലെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇനിയെങ്കിലും അത് പൂർണ്ണമായിട്ടും നിർത്തണം. അങ്ങനത്തെ ഒരു വ്യക്തിക്കാണ് ലിബറേഷൻ ഇൻ ദ സുപ്രീം സാധിക്കുന്നത്. അതായത് ഭഗവത്ധാമിലേക്ക് പോകാനുള്ള യോഗ്യത ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. So only a person who is fully in Krishna consciousness can be said to be engaged in welfare work for all living entities. അപ്പോൾ
ജീവകാരുണ്യ പ്രവർത്തനം, വെൽഫെയർ വർക്ക് ഒരു കൃഷ്ണാവബോധത്തിൽ പൂർണ്ണമായിട്ടും ഉള്ള ഒരു ഭക്തന് മാത്രമേ സാധിക്കുള്ളൂ. മറ്റുള്ള ആൾക്കാരൊക്കെ എന്താണ് ശരീരത്തിനുള്ള ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ശാരീരികമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഒരു ഭക്തൻ അങ്ങനെയല്ല. ഭക്തൻ ആ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭഗവത് പ്രീതി സമ്പാദിക്കാനുള്ള, ഭഗവത് പ്രേമം കിട്ടാനുള്ള ആ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. So when a person is actually in the knowledge that Krishna is the fountainhead of everything, then when he acts in that spirit, he acts for everyone. The sufferings of humanity are due to forgetfulness of Krishna as supreme enjoyer, supreme proprietor and the supreme friend. എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ക്ലേശങ്ങൾ അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്നത്? നമ്മുടെ മറന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഭഗവാൻ കൃഷ്ണനാണ് സുപ്രീം എൻജോയർ എന്നുള്ള ആ സത്യം നമ്മൾ മറന്നിരിക്കുന്നു. ഞാനാണ് ഇതെല്ലാം എൻജോയ് ചെയ്യുന്നത്, ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും. എനിക്ക് ആസ്വാദനം വേണം. ഗുരുവായൂരപ്പന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എന്നെ മാത്രം രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതേപോലെയാണ്. അപ്പൊ നമ്മള് എൻജോയർ അല്ല, ഭഗവാനാണ് എൻജോയർ. വി ആർ ബീങ് എൻജോയ്ഡ്. ഈസ് ദ സുപ്രീം എൻജോയർ. ഭോക്താറാം യജ്ഞ തപസ്. ഭോക്ത എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഓസ്ട്രിറ്റീസിന്റെയും ദാനത്തിന്റെയും എല്ലാം ഭഗവാനാണ് ഭോക്ത. Is enjoy. Supreme proprietor and the supreme friend. Therefore, to act to revive this consciousness within the entire human society is the highest welfare work. അപ്പൊ ഈ മൂടിക്കിടക്കുന്ന ആ അവബോധത്തെ നമ്മൾ റിവൈവ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം, വെൽഫെയർ ആക്ടിവിറ്റി. നമ്മളുടെ ഉണ്ട് ഭക്തിയുണ്ട്, അത് കവേർഡാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഡോർമെന്റ്. അതിനെ പുറത്തേക്ക് കൊണ്ടുവരാണ് നമ്മൾ മറ്റുള്ളവരുടെ അതും മറ്റുള്ളവരുടെ ഹൃദയ, എല്ലാവരുടെ ഹൃദയത്തിലുണ്ട് ഭക്തിയുണ്ട്, അതിനാണ് ഇഗ്നൈറ്റ് ചെയ്യുക. അതിന് സഹായിക്കുന്നതാണ് നല്ലൊരു ഡിവോട്ടി എന്ന് പറയുന്നത്. സോ എ കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ഹാസ് നോ ഡൗട്ട് അബൌട്ട് ദ സുപ്രീമസി ഓഫ് കൃഷ്ണ. ഹി ഹാസ് നോ ഡൗട്ട് ബിക്കോസ് ഹി ഈസ് കംപ്ലീറ്റ്ലി ഫ്രീഡ് ഫ്രം ഓൾ സിൻസ്. ദിസ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ഡിവൈൻ ലവ്. ദിവ്യമായിട്ടുള്ള പ്രേമത്തിന്റെ ഒരു സ്ഥലമാണ് ഇത് മനസ്സിലാക്കണം. ഭഗവാന്റെ ആ സുപ്രീമസി, ഭഗവാന്റെ ആ പ്രൊപ്പറേറ്റർഷിപ്പ്, മാസ്റ്റർഷിപ്പ്, കൺട്രോളർഷിപ്പ്, ഡുവർഷിപ്പ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി, നമ്മളിതൊന്നും അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്കും കൂടി അത് കൊടുക്കാനുള്ള ആ ഒരു ആഗ്രഹം നമ്മൾ ജനിക്കും. അല്ലെങ്കിൽ എന്തായാലും നമ്മൾ സെൽഫിഷ് ആവും. So a person engaged only in ministering to the physical welfare of human society cannot factually help anyone. വളരെ clear, അല്ലേ? Person engaged only in ministering to the physical welfare, gross ആയിട്ടുള്ള ശരീരത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ സഹായിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രം ഇല്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക, അസുഖമുള്ളവരെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സിക്കുക. ഇതൊക്കെ എന്തിനും ആരെ ശരീരത്തിന് മാത്രമാണ്. എഗെയിൻ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല, അത് ആവശ്യമില്ല എന്നല്ല ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ് പറയുക? പേഴ്സൺ എൻഗേജ് ഓൺലി ഇൻ മിനിസ്ട്രിങ്, അതിന് മാത്രം, അതിന്റെ ഉപരിയായിട്ടുള്ള ഈ വെൽഫെയർ, ആക്ച്വൽ വെൽഫെയർ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാത്ത ആൾക്കാരെ പറ്റി പറയുന്നത്. അത് ചെയ്തോളൂ, പക്ഷെ അത് ടെമ്പററി ആണെന്ന് മനസ്സിലാക്കണം. അതിന്റെ കൂടെ നമുക്ക് ഈ സ്പിരിച്വൽ സെർമണും കൂടി കൊടുക്കണം. അപ്പൊ ഇതാണ് എ പേഴ്സൺ എൻഗേജ് ഓൺലി ഇൻ മിനിസ്ട്രിങ് ടു ദ ഫിസിക്കൽ വെൽഫെയർ ഓഫ് ഹ്യൂമൻ സൊസൈറ്റി കനോട്ട് ഫാക്ച്വലി ഹെൽപ്പ്. അവർക്ക് ഒരാളെയും ശരിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ കൂടെ ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ അന്നദാനം അല്ലെ, അത് ഏറ്റവും നല്ല ഒരു ദാനമാണെന്ന് പറയും. അപ്പൊ നമ്മൾ അന്നം കൊടുക്കുമ്പോൾ എന്താ? പ്രസാദം കൊടുക്കുക
രണ്ടുമായി. അപ്പൊ എന്തായി? ശരീരത്തിനുമായി ആത്മാവിനും ആയി അല്ലേ? അപ്പൊ അത് പ്രസാദം കൊടുത്താൽ എന്തായി? അവരുടെ ശരീരത്തിന്റെ ആവശ്യവും നിറവേറും, അതേസമയം ആത്മാവിന്റെ പ്യൂരിഫിക്കേഷൻ നടക്കും. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ അങ്ങനെ സ്പിരിച്വലൈസ് ചെയ്തിട്ട് കൊടുക്കും. ചില ആൾക്കാര് നമ്മുടെ ഒരു ഓസ്ട്രേലിയൻ മാതാജി ഉണ്ടായിരുന്നു. അവിടെ ഏർലി 95, 96, 97 ആ സമയത്ത് അവിടെ വരുമായിരുന്നു. നല്ലൊരു മന്ദാകിനി മാതാജി വരുന്നുണ്ട്. ആ മന്ദാകിനി മാതാജി അവിടെ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ പറയാനുണ്ട്, ഓസ്ട്രേലിയയിലെ ടെമ്പിളില് കുറെ ഡ്രഗ് അഡിക്ട്സ് ഒക്കെ വരും. എന്നിട്ട് പൈസ ചോദിക്കും. അവർ പൈസ കൊടുക്കില്ല. നിങ്ങൾക്ക് എന്താ വേണ്ട? ഭക്ഷണം എല്ലാം വേണ്ട, ഞങ്ങൾ തരാം, നിങ്ങൾ വരും, അമ്പലത്തേക്ക് വരും. അവർ വരില്ല. അവർക്ക് ഭക്ഷണമല്ല വേണ്ടത്, അവർക്ക് എന്താണ്? പൈസയാണ് വേണ്ടത്. എന്തിനാ? ഡ്രഗ്സ് മേടിക്കാൻ കൊടുക്കില്ല. അപ്പോ എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? നിങ്ങൾക്ക് ഭക്ഷണം അതല്ലേ മെയിൻ ആയിട്ടുള്ള വേണ്ടത് സർവൈവലിന്. നിങ്ങൾ വരൂ, ടെമ്പിളിലേക്ക് വരൂ. അവർ വരില്ല. അപ്പൊ നമ്മള് അങ്ങനത്തെ ആൾക്കാർക്ക് പൈസ കൊടുത്താൽ, അങ്ങനെ ദുരുപയോഗിച്ചാൽ, നമ്മള് അതിന്റെ പാപം ഏറ്റെടുക്കേണ്ടി വരും. നമ്മള് നല്ല മനസ്സുകൊണ്ടായിരിക്കും ഒരാൾക്ക് പൈസ കൊടുക്കുന്നത്. ആ പൈസ അവര് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ നമ്മളെ ഒരു ഭാഗവാക്കാവും അതിന്റെ സ്പിരിച്വൽ റിസൾട്ടിന്റെ. ഓക്കെ, കാരണം നമ്മൾ പൈസ കൊടുക്കേണ്ടാണല്ലോ ഒരാൾ മദ്യം കഴിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരാൾക്ക് പൈസ കൊടുത്തു പാവം തോന്നിയിട്ട്, ആ പൈസ കൊണ്ടായാലും മദ്യഷാപ്പിൽ പോയിട്ട് മദ്യം കഴിക്കുകയാണെങ്കിൽ അതിന്റെ പാപം എനിക്കും ഏറ്റെടുക്കണം ഒരു പോർഷൻ. അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനത്തെ ആൾക്കാർക്ക് കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുക്കണമെങ്കിൽ പ്രസാദം എന്തെങ്കിലും കൊടുക്കുക, ഫ്രൂട്ട്സ് കൊടുക്കുക, പ്രസാദം കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അറ്റ്ലീസ്റ്റ് നമ്മള് പാപകർമ്മം ഏറ്റെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. So the real cause of one's difficulties in the hard struggle for life may be found in one's forgetfulness of his relationship with the Supreme Lord. നമ്മളുടെ ശരിക്കുള്ള പ്രശ്നം വെച്ചാൽ നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം മറന്നു. നമ്മള് മദർ ബോട്ടിനെ വിട്ടിട്ടുള്ള അതായത് മദർ ബോട്ടിനെ അവിടുന്ന് വി ഹാവ് ഡ്രിഫ്റ്റഡ് അവേ ഫ്രം ദ മദർ ബോട്ട്. നമ്മൾക്ക് ആർക്കും ആരും നമ്മളെ ഗൈഡ് ചെയ്യാനില്ല, നേവിഗേറ്റ് ചെയ്യാനില്ല. സമുദ്രത്തിലാണ്. വി ഡോണ്ട് ഹാവ് കോമ്പസ്, വി ഡോണ്ട് ഹാവ് എനി നേവിഗേഷൻ ഇൻസ്ട്രുമെന്റ് വിത്ത് us, നോർ എക്സ്പേർട്ട് ക്യാപ്റ്റൻ വിത്ത് us. അങ്ങനെ മദർ ബോട്ടിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മറന്നിരിക്കുകയാണ് ഭഗവാനെ. ആ ഭഗവാനായിട്ട് വീണ്ടും ആ ബന്ധം പുനഃസ്ഥാപിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തരും. നമ്മളിവിടെ സഫർ ചെയ്തിട്ടുള്ള കാരണം എന്താണ്? വി ഹവ് ഫോർഗോട്ടൻ അവർ സുപ്രീം ഫാദർ. When a man is fully conscious of his relationship with Krishna, he is actually a liberated soul, although he may be in the majority tabernacle. അതായത് ഈ ഭൗതിക ലോകത്തിലാണെങ്കിലും കൂട്ടിയിട്ട് നമ്മളുടെ ഭഗവാനും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുക്താത്മാവായി തീർന്നു എന്നാണ് പറയുന്നത്. ഈവൻ ദോ നമ്മൾ ഈ മെറ്റീരിയൽ വേൾഡിൽ, ഭൗതിക ലോകത്തിൽ ജീവിച്ചാലും കൂടി നമ്മളൊരു മുക്താത്മാവായിട്ട് ജീവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരി ഓം തത്സത്. വാഞ്ചാ കൽപതരുഭ്യസ്യ കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णवी की जय, प्रभुपाद की जय, गुरु महाराज की जय. हाय गो प्रेमानंद. हरि हरि वो. हरे कृष्ण. നമുക്ക് ആരതിയും ചെയ്യാം. ദാമോദര ആരതി എല്ലാവരും ഓക്കെയാണോ? എന്തായാലും ഫോട്ടോ ഓൾറെഡി ഉണ്ട് അവിടെ സിനി മാതാജിയുടെ അവിടെ. എല്ലാവരും ഒരു ദിയ കൊടുന്നോളൂ. നമുക്ക് ആരാണെന്ന് ദാമോദര ആരതി പാടുന്നത്? ഞാൻ പാടാം പ്രഭു. ശരി, പാടിക്കും. എല്ലാവരും മ്യൂട്ട് ചെയ്യാ, പാടാതെ. അവിടെ മ്യൂട്ട് ചെയ്തിട്ട് പാടിക്കോളൂ ഒരുമിച്ചിട്ട് കേട്ടോ. ലീഡ് സിംഗർ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ. നമാമീശ്വരം സച്ചിദാനന്ദരൂപം
लसत्कुण्डलं गोकुले व्राजमानं नमामीश्वरं सच्चिदानन्दरूपं लसत्कुण्डलं गोकुले व्राजमानं यशोदाभियोलुकालाधवमानं परामृष्टमत्यन्दतो द्रुतगोप्या रुदन्तं मुहुर्नेत्रयुग्मं मृजन्तं कराम्भोजयुग्मेन सादङ्गनेत्रं मुहुश्वासकं पात्रीरेखाङ्गकण्ठा स्थितग्रैव दामोदरं भक्तिबन्धम् इति दृक्स्वलीलाभिरानन्दकुण्डे स्वघोषं निमज्जन्तम् आख्यापयन्तम् तदीयेषिदञ्जेषु भक्तैर्जितत्वम् पुनः प्रेमतस्तं शतावृत्तिवन्दे वरं देवमोक्षं न मोक्षावधिं वा न चान्यं वृणेऽहं वरेशातपीह इदं ते वपुर्नाथा गोपालबालं सदा मे मनस्य वीरस्तां कियन्या इदं ते मुखाम्बोजम् अत्यन्तनीलये वृदं कुण्डलैः स्निग्धरक्तैः च गोप्या मुहुश्चुम्बितं बिम्बरक्ताधरं मे मनस्या विरास्तामलं लक्षलाभे नमो देवदामोदरानन्द विष्णु प्रसीद प्रभो दुःखजलाब्धिमग्नम् कृपादृष्टिवृष्ट्यादिदिनं वदानु गृहाणेश मामज्ञम् यद्यक्षदृश्यम् कुबेरात्मजौ बद्धा मूर्तैव यद्वत् त्वया मोचितौ भक्ति भजौ कृतौ च तदा प्रेम भक्तिं स्वकामे प्रयच्छ न मोक्षे ग्रहो मेऽस्ति दामोदरेह नमस्ते स्तुताम्ने स्फुरदीप्तिधाम्ने त्वदीयोदराय विश्वस्य धाम्ने नमो राधिकायै त्वदीया प्रियायै नमो नन्दलीलाय देवाय तुभ्यं नमो राधिकायै त्वदीया प्रियायै नमो नन्दलीलाय देवाय तुभ्यं नमामीश्वरं सच्चिदानन्दरूपं लसत्कुण्डलं गोकुले व्राजमानं हरे कृष्णा 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 हरे 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 रामा राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय श्री राधा दामोदर श्री राधे जय श्री राधा दामोदर श्री राधे जय दामोदर की जय प्रभुपाद की जय, गुरु महाराज की जय। I go from. Thank you, Mataji. Hare Krishna. Thank you so much.